ഹായ്, വെൽക്കം ടു ഉരുളക്കുപ്പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കത്തിരിക്ക കാരക്കുഴമ്പ് വെച്ച് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല റെസ്പോൺസ് ആയിരുന്നു. തമിഴ്നാട് സ്റ്റൈലിലാണ് വെച്ചത്. പക്ഷേ ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഈ കാരക്കുഴമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കഴിച്ച് ആ ഒരു ശീലം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കി ആ വീഡിയോ ഞാൻ ഇട്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് മുട്ടായി കഴിയുന്നത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നല്ലത്. അല്ലെങ്കിൽ കടയിൽ നിന്നുള്ള അലുവ അതിൽ ഒരുപാട് മായം ചേർത്തിട്ടുള്ളതായിരിക്കാം, ചിലത് നല്ലതായിരിക്കാം എന്ന് പറയും. ഈ തിരുനെല്ലുവേലി അലുവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് യാമിക്ക് അലുവ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ യാമി കഴിക്കാനെ കണ്ടപ്പോഴത്തേക്ക് നെയ്യിൻ്റെ ഇതും ഒക്കെ അപ്പോൾ യാമി കഴിക്കാൻ ധനുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് തിരുനെല്ലുവേലി വരെ പോകേണ്ട കാര്യമില്ലല്ലേ. അപ്പോൾ നമുക്ക് തിരുനെൽവേലി പോലത്തെ ഒരു അലുവ നമുക്ക് ഉണ്ടാക്കിയാല ഓട്സ് കൊണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 2 കപ്പ് റോഡ് ഓട്സാണ്. ഞാൻ അതിലേക്ക് 2 കപ്പ് റോഡ് ഓട്സ് ഇത്തിരി മതി. ഇത്തിരി ഇതേപോലെ തന്നെ ഒരളവും കൂടെ എടുത്ത് ഞാനത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഓട്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് വരും. അത് അവിടെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ കൊണ്ടുവന്നൊരു നമുക്കൊന്ന് അലുവ ഉണ്ടാക്കിയാലാന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളും കഴിക്കും. ശർക്കര നല്ലതല്ലേ, പഞ്ചസാര അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ശർക്കരയല്ലേ. അപ്പോൾ ശർക്കര ചേർത്തിട്ടുള്ള ഒരു ഓട്സ് അലുവയാണ് ഞാൻ ഉണ്ടാക്കണം. ഇത് ഒരു 10-15 നിമിഷം വരെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്താൽ അല്ലെ കട്ടിക്കായിരിക്കണം. അപ്പോൾ കുതിർത്ത് വയ്ക്കാൻ പോവുകയാണ് ഞാൻ. നമുക്ക് ഇതേ അളവിൽ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കരയുടെ പറയിട്ട് പോവാത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. 2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കുതിർന്ന് വരട്ട്. അപ്പോൾ അതിനോട് തന്നെ ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. നല്ല കറുത്ത ശർക്കരയാണ്, അല്ലെങ്കിൽ അലുവ മാതിരി ഇരിക്കും. കവറിൽ വാങ്ങിച്ചൊന്നും അതേ കണക്ക് ഞാൻ മധുരം കൂടുതലായി പോകുമോ? വേണ്ട, ഇത്ര മതി അല്ലേ. മധുരം കൂടുതലായി കുഴപ്പമില്ല, കുട്ടികൾ കഴിക്കുമല്ലോ. ഓക്കെ. ഇത്തിരി നമ്മൾ അതിന് കല്ലും മണ്ണും എന്തെങ്കിലുമൊക്കെ ചെറിയ പൂച്ചിലൊക്കെ കാണും. അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല കുതിർന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരുമിച്ച് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, കുറച്ച് വെള്ളം മതി, നമ്മളതിന് ശേഷം വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ജാറിൽ അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു അരിപ്പ് വെച്ച് അരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ സമയത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നഴ്സറിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവരുണ്ട് ഉണ്ടാക്കിയൊന്നും പറ്റില്ല. അപ്പോൾ അവർ വരുമ്പോൾ സർപ്രൈസായിട്ട് ഈ അലുവ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്ത് സന്തോഷമായിരിക്കും അവർക്ക്. അവരുടെ മുഖത്തെ ചിരി കാണാൻ തന്നെ കൊച്ചു കുട്ടികളെ, നിഷ്കളങ്കമായ കുട്ടികളെ. അപ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് വേറെ ഒന്നും വേണ്ട. കുട്ടികളുടെ സന്തോഷം തന്നെ നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഏറ്റവും ബെസ്റ്റ് കുട്ടികൾക്ക്. കേട്ടോ, ഞാൻ അരിച്ചെടുക്കാൻ പോകും. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ നല്ലവണ്ണം അരിച്ചെടുക്കുകയാണ്. ഒരരിപ്പ് പോരാ കേട്ടോ, ഒരരിപ്പ് പോരാ. നല്ലവണ്ണം അരിച്ചെടുത്തിട്ട് വീണ്ടും അരിക്കണം. നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കാൻ പോവാം. കുറച്ച് വെള്ളം നല്ലവണ്ണം ചേർക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഈ ഓട്സ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ള സാധനമാണ്. അപ്പോൾ നല്ല കുറച്ച് വെള്ളം ചേർത്ത് തന്നെ നമ്മൾ, എന്നിട്ട് ഈ വെള്ളം അത്രയും നമ്മൾ വറ്റിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ അരിച്ചെടുത്തിട്ട് കാണിക്കാം. കുറച്ച് ഇട്ട് നമ്മൾ നല്ലോണം അരിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഓട്സ് അരിച്ച് 2 അരിപ്പ് അരിച്ച് വെച്ചിരിക്കുകയാണ്, തരിയൊന്നുമില്ലാതെ. പിന്നെ ഞാൻ ശർക്കര പാനി വെച്ച് അതും അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ശകലം നെയ്യൊന്ന് ആദ്യം ഒന്ന് ഇടണം. ഇട്ടതിന് ശേഷം അതൊന്ന് നമ്മളിട്ടായി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഓട്സ് കാച്ചി വെച്ചു
ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാവും. അതിനോട് തന്നെ നമ്മൾ ശർക്കര പാനിനെ കാച്ചിയത് അതും കൂടെ ഇതിലോട്ട് ഒഴിക്കുക. കൈയെടുക്കാതെ ഇളക്കണം. ആദ്യം ഒരു അരിപ്പ് അരിച്ച് എടുത്ത്, കല്ല് മണ്ണൊന്നുമില്ല, ഇങ്ങനെ കൈയെടുക്കാതെ നമ്മൾ ഇങ്ങനെ ഇളക്കി 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 കൊണ്ടിരിക്കണം. ഇത്രയും കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനോട് കുറച്ച് നെയ്യ് ഒഴിച്ച് എടുക്കുകയാണ്. ഇത്രയും കുറുകി കിട്ടി. അലുവയെന്ന് പറഞ്ഞ് പറ്റിക്കാം യാമിക്ക്. മൈദയിലൊക്കെ അല്ലേ, ചില അരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കും. ഗോതമ്പിലുണ്ടാക്കും, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഉണ്ടാക്കിയല്ലേ? പണ്ട് ഉണ്ടാക്കിയതാ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. കൊറോണ സമയത്ത് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ അന്നൊന്നും ഞാൻ യൂട്യൂബിലൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴെൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ സമയം പോവേ. നമുക്ക് ഒരുപാട്, നമ്മളെപ്പോഴും എൻഗേജ് ആയിരിക്കും, ചുമ്മാ ഇരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എടുത്തു തരാൻ ഒരാൾ വേണം. അത് ഒന്നുകിൽ മൃദുല, ഇല്ലെങ്കിൽ പാറും. ഇതിൽ രണ്ടുപേരും ആരെങ്കിലും വേണം. പിന്നെ ഹസ്ബൻഡിന് ഇവിടെ കിട്ടത്തില്ല, ജോലിക്ക് പോകേണ്ടി വരും. ഞാൻ കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരുമിച്ചിട്ട് 2-3 ലിറ്റർ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരുമിച്ചിട്ട് അടിച്ചിട്ട് കുറച്ച് ഏലക്കപ്പൊടി തേങ്ങി കൊടുക്കുക. അതിനോട് തന്നെ നമ്മൾ കാഷ്നട്ടും ബദാമും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. ഇനി നല്ലവണ്ണം ഇളക്കണം. നല്ലവണ്ണം ഇളക്കി അതൊന്ന് വിട്ട് വരണം കേട്ടോ, എന്നാലേ പാകമാകുള്ളൂ. അപ്പോൾ അലുവയുടെ പരുവായി വരെയാണ്. വേണ്ട, നമ്മൾ പാനിൽ നിന്ന് അത് വിട്ട് വരുന്നിട്ടുണ്ട്. നല്ലവണ്ണം നെയ്യൊക്കെ ചേർക്കണം കേട്ടോ. കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇതും ക്ഷാമം കാണിക്കണ്ട. നെയ്യൊക്കെ നല്ലവണ്ണം ഉപയോഗിക്കുക, കൊടുക്കുക. അത് നല്ലൊരു ഇതാണ്. കുട്ടികൾ മാത്രമല്ല വലിയവരും കഴിക്കും. ഇത് കണ്ടപ്പോഴത്തേക്ക് മൃദുല ഷൂട്ടിലാണ്. ഓട്സ് അലുവ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അമ്മ വെച്ചര ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് യാമിയെ ധനിനെയും പറ്റിക്കാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തിരുനെൽവേലി അലുവ ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു പാത്രം അളവ് എന്നുവെച്ചാൽ ഒരു വട്ട പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് അലുവ കഷ്ണം പോലെ നമുക്ക് മുറിച്ച് ഓക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ അതിൽ ഒരു പാത്രത്തിൽ നല്ല സെറ്റ് ചെയ്ത് കമിഴ്ത്തിട്ടിരിക്കുക. എന്നിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വരും. ഇപ്പം കുട്ടികളെ വിളിച്ചോണ്ട് വരാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പേ അവർക്കൊരു ഇത് കൊടുക്കണ്ടേ, സർപ്രൈസ്. എന്താ നല്ല അലുവ കണക്കിരിക്കുന്നതാണ്. അലുവ എന്നാ അലുവ കണക്കല്ല, അലുവ എന്നാ നല്ല ടേസ്റ്റ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. പിള്ളേർ വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചു കേട്ടാ. ഇല്ലെങ്കിൽ യാമിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ യാമി ഫുള്ളായിട്ട് ഒരു അലുവ തീർത്തണേ. യാമിക്കാണ് അലുവ ഇഷ്ടം. ഇപ്പോഴും ധനും കഴിക്കാൻ തുടങ്ങി. ആര് അമ്മൂമ്മ ഇങ്ങോട്ടൊക്കെ അമ്മൂമ്മ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കല്ലേ ധനുമ്മ. ദേ അമ്മ ഓർഡർ എങ്ങ വാ.
ആമി പൊത്തിത്തോ പൊത്തിത്തോ. ആര് കണ്ട്? കൊളോ? ഇതാര് വാങ്ങിച്ചെന്ന്? ആര് കാണിച്ചെന്ന്? തനുമാ വാ, ഷൂസ് ഊരിട്ട് വാ. അറിയില്ലേ ഷൂസ് ഊരാനോ? മക്കളെ ആ ഓക്കെ ഓക്കെ അലുവ അല്ലേ? ആലുവ. ധനുവിന് എന്ത് വേണ്ട? ധനുവിന്റെ കൊടു മുട്ടായി മുട്ടായി. ആ ആ അവള് പൊട്ടിച്ചു കൊടുക്ക്. തരോ? കൈ എഴുതണ്ടേ? അവൾ കൈ കഴിയിട്ട് വിടും. കൈ എഴുതുണ്ട്. ഞാൻ പിന്നെ നേരെ കയറി കൈ കഴി നമ്മള്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടമെന്ന് പറയട്ടെ നമ്മള്. അതെന്താ? അത് വെച്ച് കഴിച്ചിട്ട് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? കാഷ്നട്ടൊക്കെ ഇല്ലേ? കാഷ്നട്ട് അയ്യോ സൂപ്പർ. ഞാമി എടുത്തോ? ഞാമി അനു എടുത്തോ? ഞാൻ മുട്ടായി വാങ്ങി എങ്ങനെയുണ്ട് തന്നു? എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കി പറ ആ ഷെയർ ചെയ്യുക. അവർക്ക് സമയമില്ല കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുക.